നിങ്ങളൊരു കഥ കേൾപ്പിക്കാൻ ഓർഗാൻ കൊച്ചെക്കുറിച്ച് അതൊരു പ്രേക്കറിയാന്ന് തോന്നുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പം കേൾപ്പിക്കാം, നിങ്ങളെ വെക്മി. ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ഷോ ആണെന്ന് തന്നെ പറയാം. അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ ഇതിന്റെ ഹിന്ദി ഡബ്ബഡ് വേർഷൻ ആണ്. സ്റ്റാർട്ടിങ് ഡയലോഗ്സ് ഒന്നും ഇല്ലാതെ സൈലന്റ് ആയിട്ടുള്ള രീതിയിലാണ് ടെലികാസ്റ്റ് ചെയ്തത്. എനിക്ക് ഓർമ്മയുണ്ട് സ്റ്റാർട്ടിങ് ഡയലോഗ്സ് ഇല്ലാത്തൊരു വേർഷൻ ഓഗി ആൻഡ് ദി കോക്രോച്ചസ് കണ്ടത്. പിന്നീട് ഇതിന്റെ ഹിന്ദി വേർഷൻ വന്നപ്പോൾ അതിനൊരു ഫാൻ ബേസ് ഉണ്ടാവാൻ തുടങ്ങി. ഓഗിയുടെ വോയിസ് ഒക്കെ ഷാറുഖ് ഖാന്റെ വോയിസ് ആണെന്ന് നമ്മൾ പലരും പണ്ട് വിചാരിച്ച് കാണും. ഒരു പൂച്ച, അതിന്റെ വീട്ടിൽ ശല്യം ചെയ്യുന്ന 3 പാറ്റകൾ. ബേസിക്കായിട്ട് നമ്മൾ ഈ കാർട്ടൂൺ കാണുമ്പോൾ ഇത്ര മാത്രമേ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷെ ഈ കാർട്ടൂൺ സീരീസിനെ കുറിച്ച് ഒരു തിയറി കുറെ കാലമായിട്ട് ഇന്റർനെറ്റിൽ ചുറ്റി വരുന്നുണ്ട്. ഈ കാർട്ടൂൺ ശരിക്കും ഒരു ഇന്നസെന്റ് കാർട്ടൂൺ ആണോ? ഓഗി ആൻഡ് ദി കോക്രോച്ചസ് ശരിക്കും ഒരു ഗിൽട്ട് പണിഷ്മെന്റിനെ ഒക്കെ കുറിച്ചുള്ള കാർട്ടൂൺ സീരീസ് ആണോ? ഈ തിയറി പറയുന്നത് ഓഗി എന്നത് ഒരു സാധാരണ പൂച്ചയല്ല, മറിച്ച് ഒരു ട്രാപ്പ് ചെയ്യപ്പെട്ട സോളാണെന്നാണ്. നമ്മൾ കാണാത്ത പല സിൻസും ചെയ്ത ഒരു സോളാണ് ഈ ഓഗിയുടെ രൂപത്തിൽ നമ്മൾ കാണുന്നത്. ഈ തിയറിനെ കുറിച്ച് കാണുന്നതിന് മുന്നേ ഈ ഷോയുടെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് കാണാം. ഈ ഷോയിലെ ഓരോ എപ്പിസോഡും സിമ്പിൾ ഫോർമുലയിലാണ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓഗി എന്തെങ്കിലും റിലാക്സ് ആയിട്ട് തന്റെ ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് ഓരോന്ന് ചെയ്യാൻ നോക്കുമ്പോൾ ഈ കോക്രോച്ചസ് വന്ന് നശിപ്പിക്കും. ഓഗിക്ക് വലിയ വലിയ ഇഷ്യൂസ് ഫിസിക്കലി ഉണ്ടാവും, വീട് എക്സ്പ്ലോർ ആവും. പക്ഷെ ഇതൊന്നും നെക്സ്റ്റ് എപ്പിസോഡിൽ കണ്ടിന്യൂ ആവില്ല. ഐ മീൻ ഇതിന്റെ ഒരു കണക്ഷനും നെക്സ്റ്റ് എപ്പിസോഡ്സിൽ കാണിക്കില്ല. ഇതൊരു സ്ലാപ്സ്റ്റിക് സ്റ്റൈലിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഈ തിയറി പറയുന്ന വൺ ഓഫ് ദ റീസൺ ഇതൊക്കെയാണ്. ഇതിനൊരു ലൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു പ്രിസൺ പോലെ ഹിന്ദി വേർഷൻ ഡബ്ഡ് എന്നല്ലാതെ നോർമൽ ഹ്യൂമൻസിനെ പോലെ സംസാരിക്കുന്ന ക്യാരക്ടേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം. 1-2 എപ്പിസോഡ്സ് ഒഴിച്ചു നിർത്തിയാൽ ഓഗി ഇവിടെ തന്നെയാണ് ചുറ്റി വരുന്നത്. ഐ മീൻ ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു സെയിം ലൊക്കേഷൻ, ഈ വീട്ടിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ തിയറി പറയുന്നത് ഓഗി ഓൾറെഡി മരിച്ചു കഴിഞ്ഞ ആളാണ്. ഓഗി ആയിട്ട് നമ്മൾ കാണുന്നത് ജസ്റ്റ് ഒരു ട്രാപ്പ്ഡ് സോളിനെയാണ്. നമ്മൾ ഇതിൽ കാണുന്നതൊന്നും സത്യമല്ല. കോക്രോച്ചസ് ആയിട്ട് കാണിച്ചിട്ടുള്ള ഈ 3 പേര് ജസ്റ്റ് ബെസ്റ്റ് അല്ല. ഇവർ 3 പേരും ഓഗിയുടെ സോള് പണ്ട് ചെയ്ത സീൻസിനെ റിപ്രസെന്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ തിയറി പറയുന്നത്. ഓഗി എത്ര രക്ഷപ്പെടാൻ നോക്കിയാലും, എത്ര സമാധാനം തേടാൻ നോക്കിയാലും ഈ 3 പേരും ഓഗിയെ വെറുതെ വിടില്ല. പക്ഷെ എന്തുകൊണ്ട് ഓഗിക്ക് ഇത്രയും ടോർച്ചർ സംഭവിക്കുന്നു? ടോം ആൻഡ് ജെറി എന്ന കാർട്ടൂൺ നോക്കിയാൽ പോലും പൂച്ചയും നിർത്തി വെച്ച അർത്ഥം പറഞ്ഞാണ് വെച്ചാൽ അത് ഇരിച്ചതുകൊണ്ട് ആ ഓഗി പറഞ്ഞു കേട്ടേനെ ഒരു ശവിക്കപ്പെട്ട ട്രാപ്പിൽ കുടുങ്ങിയൊരു മരിച്ചുകയാണ് ഓഗി. അപ്പം ഈ ഓഗി ഇന്റർനെറ്റ് കറണ്ട് നമ്മൾ കേൾപ്പിച്ചതിനപ്പം ഈ ഓഗി ഒരു ഡെഡയാണ്. ഈ ശവിക്കപ്പെട്ട ഒരു പൂച്ചയാണ്. ഈ 3 പാറ്റകൾ എപ്പോഴും ഓഗിയെ ശല്യപ്പെടുത്തും. അതാണ് ഈ കഥയിൽ പറയുന്നത്. അത് പണ്ടത്തെ ഒരു മനുഷ്യനായിരുന്നു. ഇയാൾ ശപിക്കപ്പെട്ട് മരിച്ചു പോയ ഒരു പ്രേതമാണ്. അതാണ് ഈ കൊച്ചി ടിവിയിലോട്ട് ഇത് വന്നത്. അപ്പം നമ്മളിപ്പം ഈ എപ്പിസോഡ് അവസാനിക്കാൻ നേരത്തെ എന്തെങ്കിലും ലോകിക്കുള്ള ദുരന്തം, വീട് വല്ലതും പൊട്ടും, അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിട്ടാണ് അത്. അതിനെ വെച്ചാൽ ഏറ്റവും പണ്ടത്തെ കഥയിൽ ഈ ഓഗി ക്രോക്കോച്ചിന് ഒരുപാട് ശല്യം ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോഴും ഇതിങ്ങനെ വരുന്നത്. എനിക്ക് തോന്നുന്നത് ഫേക്ക് കാണണം, ഡെഡ് അല്ലായിരിക്കും. എനിക്ക് തോന്നുന്ന ഒന്നും കേട്ടു നോക്കാം. നിങ്ങളൊക്കെ ശത്രുക്കളാണ്, നാച്ചുറലി അങ്ങനെയാണ് ഉണ്ടാവുക. സോ അതിലൊരു ലോജിക്ക് നമുക്ക്, അതിലൊരു റീസൺ നമുക്ക് കാണാം. പക്ഷെ പാറ്റയും പൂച്ചയും തമ്മിൽ അങ്ങനെ എന്താ അത്ര വലിയ ശത്രുബന്ധമുള്ളത്? ഇതൊക്കെയാണ് ഈ തിയറി. ഞാൻ പിന്നെയും തിയറി എന്ന് പറയാൻ കാരണം ഇപ്പൊ കുറെ പേര് ഞാൻ ഉണ്ടാക്കിയൊരു തിയറി ആണെന്നുള്ള രീതിയിൽ കമന്റ്സിൽ വന്നിട്ട് പറയാൻ ചാൻസ് ഉണ്ട്. സോ ഇത് ഓൾറെഡി ഇല്ല, 2-3 വർഷം മുന്നേ ഇന്റർനെറ്റിൽ വന്നൊരു കാര്യമാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന കാര്യം. സോ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളല്ല ഞാൻ ഇതിലിപ്പം പറഞ്ഞു കൊടുക്കുന്നു. ഈ ഓഗി ജീവനോടെ ഉണ്ടാവുമ്പോൾ ചെറിയ ആനിമൽസിനോട് ക്രൂവലായിട്ട് പെരുമാറിയിട്ടുണ്ടാവും, ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ശാപമായിട്ടാവും ഈ വീട്ടിൽ ഓഗി വന്ന് ടോർച്ചർ അനുഭവിക്കുന്നത്. ഇതിൽ ഓരോ എപ്പിസോഡ്സും റിസെറ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. ഇത് ആക്ച്വലി ഒരു കാർട്ടൂൺ ലോജിക് ആണ്. പക്ഷെ ഈ തിയറി അനുസരിച്ച് പറയുന്നത് ആ സോളിന് കിട്ടിയ ശാപം കാരണമാണ് പിന്നെയും ടോർച്ചർ അനുഭവിക്കാനുള്ള ലൂപ്പ് ഇതിൽ വരുന്നത് എന്നാണ്. ടൈം മെഷീൻ എന്ന എപ്പിസോഡിൽ ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിലും ഓഗിയുടെ കൂടെ ഈ പാറ്റകൾ ഉള്ളതുപോലെ കാണിച്ചിട്ടുണ്ടാവും. സോ എല്ലാ റിയാലിറ്റിയിലും ഈ ഒരു ലൂപ്പ് ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫാൻസിന്റെ ഓവർ തിങ്കിങ് ആയിരിക്കാം. ഓൾസോ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത തിയറി അല്ല. ഞാൻ പിന്നെയും പറയാം, ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല. സോ നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ നോക്കിയാൽ ഈ തിയറിനെ കുറിച്ച് കുറേ ഡിസ്കഷൻസും കാര്യങ്ങളും ഓരോ വെബ്സൈറ്റിലെല്ലാം കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് എന്താ ഈ തിയറിനെ കുറിച്ച് തോന്നുന്നത്? കമന്റ്സിൽ മെൻഷൻ ചെയ്യൂ. ഇതേപോലെ വേറെ ഗെയിംസ് ആൻഡ് ആനിമേറ്റഡ് ഷോസിനെ കുറിച്ചുള്ള തിയറീസും മിത്തും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതും താഴെ കമന്റ്സിൽ അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ കാർട്ടൂൺ ഇഷ്ടപ്പെട്ടത് ഓഗിയാണോ ക്രോക്കോച്ചസ് ആണോ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ ബൈ. ഇനി ഞാൻ ഇങ്ങനത്തുള്ള പേടിപ്പെടുത്ത കഥയായിട്ട് വരുന്നതാണ് ഇനി ന്യൂ എപ്പിസോഡ്. ബൈ.